കിതാബുൻ അൻസൽനാഹു, ഇതിൽ അങ്ങനെയൊക്കെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അല്ലാഹു. ഈ ഖുർആൻ വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ പദങ്ങളും വെച്ചിട്ടുള്ളത്. ആ ഭാഗത്തേക്ക് പോയാൽ പിന്നെ അങ്ങോട്ട് പോകുക. അതാണ് ഞാൻ അവിടുന്ന് വേഗം അങ്ങോട്ട് രക്ഷപ്പെടുന്നത്. ഇപ്പൊ ചില ആളുകളൊക്കെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ, ഖുർആനിൽ അക്ഷരത്തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. റഹ്മത്ത് എന്ന് എഴുതുകയാണെങ്കിൽ ബാ താവിട്ടിട്ടും ഹാ താവിട്ടിട്ടും എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ പറയാം താവുൽ മബ്സൂത്ത, താവുൽ മർബൂത്ത എന്നാ പറയാം. അറബിയിൽ പറയാം താവുൽ മബ്സൂത്ത എന്ന് പറഞ്ഞാൽ പരന്നതാ. റഹ്മത്ത് എന്നുള്ളത് അവസാനത്തെ ബാ താവിട്ടിട്ടും എഴുതും, ഹാ താവിട്ടിട്ടും എഴുതും. നിങ്ങൾ ഖുർആനിൽ വായിച്ചു നോക്കുമ്പോൾ കാണാൻ കഴിയത്. ഇപ്പൊ ബഖിയ്യത്ത് എന്ന് എഴുതുമ്പോൾ ഹാ താവിട്ടിട്ടും എഴുതാൻ, ഹാ താ എന്ന് പറഞ്ഞാൽ താവുൽ മർബൂത്ത എന്നതിന് പറയാം. പിന്നെ താവുൽ മബ്സൂത്ത എന്ന് പറഞ്ഞാൽ പരന്നതും. ഇങ്ങനെ ഒരുപാട്, ഇങ്ങനെ ഒരു ഉദാഹരണം പറയാം. 2 ഉദാഹരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ എന്താ അല്ലാഹു ഇങ്ങനെ എഴുതിയത് എന്നാണ് ഞാൻ മുമ്പൊക്കെ മനസ്സിലാക്കിയത്. ഇത് എഴുത്തിൽ വന്ന പിഴവായിരിക്കാം, ചിലപ്പോ പിഴച്ചു പോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സത്യത്തിൽ അതല്ല, അതിലൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിലുള്ള അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് രണ്ടും വേണമെങ്കിൽ മാത്രം ഒന്ന് വെറുതെ സൂചിപ്പിക്കാന്ന് മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആദമിൽ നിന്ന് ഈസയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഖുർആൻ എന്ന് സൂചിപ്പിക്കേണ്ടത്. ഏകദേശം മൂസയും ഈസയും ഒക്കെ ആവുമ്പോഴത്താണ് ഒരു ഇൻസാനുൽ കാമിലിലേക്ക് ഈസയിലെത്തുമ്പോഴാണ് മനുഷ്യനാവുന്നത്, പൂർണ്ണനായ മനുഷ്യനാകുന്നത്, അറിവിന്റെ പൂർണ്ണത. അപ്പൊ അത്തരം ആളുകൾ സംസാരിക്കുന്ന വചനങ്ങൾ വരുമ്പോൾ ബഖിയ്യത്ത് റഹ്മത്ത് എന്നാ പറയാ. ഹാത്തായിട്ട് താവുൽ മർബൂത്ത, കൂട്ടി, കാരുണ്യം അവിടെ സമ്പൂർണമായി കൂട്ടിവെച്ചു, അത് റബ്ബത്ത് ചെയ്തു. മറ്റത് ഇപ്പോഴും ഇസ്തിമറാറാണ്, ഇപ്പോഴും അതിലേക്ക് കാരുണ്യം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ബാത്താവ്, തുറന്നു വെച്ചിരിക്കുകയാണത്. അത് അത്തരം സന്ദർഭങ്ങളിൽ, അത് പറയുന്ന സന്ദർഭത്തിൽ ആ വാക്ക് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കിയിട്ടാണ് ആ റഹ്മത്തും ബഖിയ്യത്തും ഒക്കെ താവുൽ മർബൂത്തിട്ടിട്ടാണോ താവുൽ മബ്സൂത്തിട്ടിട്ടാണോ എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ മൂസ പറയുന്ന ബഖിയ്യത്ത് പറയുന്നതൊക്കെ കൂട്ടിയിട്ട. കാരണം മൂസ അറിവിന്റെ കാമിലേക്ക് പോവുകയാണ്, അറിവിന്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ് മൂസ. അതാണ് ഉലു ബഖിയ്യത്തിന് എന്ന് മൂസ പറയുമ്പോൾ അവിടെ സമ്പൂർണമായി. അതിന് മുമ്പ് വന്ന ആളുകളൊക്കെ ബഖിയ്യത്ത് അവരെ സൂചിപ്പിച്ച് പറയുമ്പോൾ തുറന്നിട്ടാണ്, ഇപ്പോഴും അതിലേക്ക് അറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് ഞാനൊരു സൂചന നൽകിയെന്നുള്ളൂ. ഇങ്ങനെ പല ഭാഷാപരമായ അത്ഭുതങ്ങളും ഖുർആൻ അതിൽ സങ്കീർണമാക്കി വെച്ച് അതിൽ വിശദീകരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് അറിവിന്റെ പൂർണ്ണതക്കാണത്, അല്ലാതെ ഖുർആനിന്റെ തെറ്റല്ല അത്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ സൂചിപ്പിച്ചല്ലോ, ഇബ്രാഹിം പറയുമ്പോ ഇന്നി ദാഹിബുൻ ഇലാ റബ്ബീന, എന്നാ മൂസ പറയുമ്പോ ഇന്ന മഈ റബ്ബി എന്നാണ്, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട് എന്നാണ്. മറ്റത് ഇബ്രാഹിം റബ്ബിലേക്ക് പോവുകയാണ്. വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഒന്ന്, രണ്ടാളും പറയുമ്പോ റബ്ബിനെ കുറിച്ചുള്ള രണ്ടാളുടെയും കാഴ്ചപ്പാട് പറയണം നോക്കണം. അപ്പൊ ഇബ്രാഹിം അന്വേഷണത്തിലാണ്, റബ്ബിലേക്കുള്ള അന്വേഷിച്ചു പോവുകയാണ് ഇബ്രാഹിം. അതാണ് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്ന് പറയുന്നത്. എന്നാൽ അതേ വാക്കെന്നെ മൂസ പറയുമ്പോ ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ തന്നെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന് ഇബ്രാഹിം മൂസ പറയണം. അപ്പൊ ഈ വ്യത്യാസങ്ങൾ, ഈ സമ്പൂർണതയിലേക്കുള്ള ഈ മാറ്റങ്ങൾ